ഹലോ, എന്തൊക്കെ വിശേഷം? അപ്പോഴേ ഇന്ന് സ്പെഷ്യലായിട്ട് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇടിച്ചക്ക ഞാൻ 2 ഇടിച്ചക്ക പ്ലാവുമെന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചക്ക ഞാനിങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇത് എങ്ങനെ ഉണ്ടാക്കുകയെന്നറിയാം. ഇതിൻ്റെ ആ കരുളുണ്ടല്ലോ, തൊലി അതും കളയണം, ആ കൂഞ്ഞിയും കളയണം. കണ്ടോ, ഇതുപോലെ അതിൻ്റെ കൂഞ്ഞിയും കളഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കരുളും കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതുകൊണ്ട് ഒരു നല്ലൊരു അടിപൊളി ചക്കുപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ഒന്ന് ചോറുക്ക് കറി. അപ്പോൾ അതാ ഇത് ബീഫ് കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇടിച്ചക്ക. ഞാനങ്ങനെ ബീഫ് കറിയിലിട്ട് വെക്കലുണ്ട്. അപ്പോൾ ഇവിടെ ബീഫ് ഉണ്ടെന്ന്, പക്ഷേ ഞാൻ ഇടിച്ചക്ക ഇട്ടല്ല വെക്കുന്നത്. ഇടിച്ചക്ക വേറെ ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ ചക്ക ഇവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇടിച്ചക്ക അതാ കുക്കറിൽ വേവിച്ചിട്ട് നല്ലോണം കയ്യിലോട്ട് കുത്തി ഉടച്ചിട്ടുണ്ട്. ഇത് തൂമിക്കാണ് കേട്ടോ. ഇന്നത്തെ ഉച്ചാകുമ്പോഴത്തിനുള്ള സ്പെഷ്യലാണ് കേട്ടത്. പിന്നെ ഉണക്കമുളകും കറിവേപ്പിൻ്റെയും ചെറിയുള്ളിയും കടുകും ഇതെല്ലാം പൊട്ടിച്ചിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചിട്ട് മൂത്തിട്ട് ഇതിലേക്ക് നമ്മളെ വെന്തിട്ടുള്ള ഇടിച്ചക്ക ഉണ്ടല്ലോ, ഞാൻ കുക്കറിലിട്ട് ഉള്ളി വെള്ളത്തിൽ വേവിച്ചിരുന്നിട്ട് കുത്തി ഉടച്ചതായിരുന്നു, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിനാകാനായിട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. വെന്ത് കൂട്ടാൻ പോലെ ആയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും ഇടിച്ചക്ക ചോർക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വെറുതെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതാ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം തൂമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി സ്പെഷ്യൽ കറിയുടെ ചക്ക. ഇപ്പോൾ ചക്ക പഴുത്തതായാലും ഇടിച്ചക്കയായാലും കൂട്ടാനായാലും ഒക്കെ ശരീരത്തിന് ചൂടുള്ള സാധനമാണ് കേട്ടോ. പക്ഷെ എന്നാലും ചക്ക കിട്ടുമ്പോൾ നമ്മളത് ഒഴിവാക്കൂല. ധാരാളം ചക്ക കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. ബീഫ് കറി എന്ന് പറഞ്ഞാൽ ചാറ് പോലെ നല്ല ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ബീഫ് കറിയാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാൻ ഈ കണ്ട സാധനങ്ങളൊക്കെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. വലിയ സവാള, മല്ലിച്ചപ്പ്, കുറച്ച് ചെറിയുള്ളി, തക്കാളി നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ ഇത്രയും സാധനങ്ങൾ അതിൽ ചതക്കാനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറച്ചിയിലിടുന്ന മസാലകളൊക്കെ ഗരം മസാലയ്ക്ക് പകരം ഞാൻ കറുകാപ്പട്ടിയും ഗ്രാമ്പൊക്കെ എടുത്ത് ചതച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയിലിട്ട് നല്ലോണം നട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് എല്ലാ പൊടികളും കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പെരുംജീരക പൊടിയൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിക്ക് നമ്മൾ ആ ചതച്ചിട്ടുള്ള ജാറ് കഴുകി ആ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളെ ബീഫ് കഴുകി വാർന്ന് പിഴിഞ്ഞതിക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നുണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് കഴുകി വെള്ളം വാർന്ന ബീഫാണ്. എന്നിട്ട് നല്ല ചുടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അടുപ്പത്ത് തന്നെ വേവിക്കുവാണ് കേട്ടോ. കുക്കറിൽ ആ പ്രഷറിൽ കിടന്നത് എന്തായാലും ബീഫ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കും വേണം കേട്ടോ. അപ്പോൾ അതാ ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചാറ് കറിയോട് കൂടിയിട്ടാണ് ഉച്ചക്കത്തെ ചോറിന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നല്ല നാടൻ മോരുണ്ട് കേട്ടോ. ആ മോരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല നാടൻ ഇഞ്ചി കഴുകി ചതക്കുക. അതിൽ കൂടെ കുറച്ച് പച്ചമുളകോ കാന്താരിയോ ഒക്കെ പാടിട്ടിട്ട് അതും കൂടെ ഒക്കെ ഒന്ന് ചതച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ നാടൻ മോരും കലക്കിയിട്ട് ആ മോരും ബീഫ് ചാറ് കറിയും അതുപോലെ ചക്കുപ്പേരിയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കലുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ബീഫ് കറിയും അതുപോലെ തന്നെ പപ്പടം കാച്ചിയതും ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഉച്ചക്കത്തെ ചോറിനുള്ള ഇതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറി ഉണ്ട്. പിന്നെ അതുപോലെ മാങ്ങാച്ചമ്മന്തി, ചെമ്മീനും മുളക് ചുട്ടൊക്കെ ഇട്ട മാങ്ങാച്ചമ്മന്തി ഉണ്ട് കേട്ടോ വേറെ. അപ്പോൾ നമ്മളെ ഗ്രേവി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടവും. പൊറോട്ടയ്ക്കും ചോറുക്കും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.